ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഒരു വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹമായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ് കാണുക എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ചെറുപ്പം മുതലേ എല്ലാവരും കാണുന്നതാണ്, ടി വിയിലും അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ റിപ്പബ്ലിക് ദിന പരേഡുകൾ, പല രീതിയിലുള്ള നിശ്ചല ദൃശ്യങ്ങളെല്ലാം നമ്മൾക്ക് ആ ഒരു ടി വി അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുക, എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ള കാര്യങ്ങളും ആർക്കും അറിഞ്ഞുകൂടാ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വരരുത്. അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനായിട്ട് നിങ്ങൾക്കും പോകാം. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കുക. എങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഇടാനുമായുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അറിയായിരിക്കില്ല. അപ്പോൾ അവർക്കും ഇത് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ പോയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിപ്പബ്ലിക് ദിനം, ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം പരേഡ് കാണാൻ നിങ്ങൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈനായിട്ടാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. പലർക്കും അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് പ്രത്യേകതയുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ദിനം 2024 എന്ന് പറയുന്നത് 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ്. ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും അധികം അഭിമാനിക്കുന്ന ദിവസങ്ങളിലൊന്നാണിത്. ഇന്ത്യ പൂർണ്ണമായും ജനാധിപത്യത്തിലേക്ക് മാറിയ ദിവസമാണ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. പരമോന്നത നിയമ സംഹിതയായ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ഈ ദിവസമാണ്. രാജ്യമൊട്ടാകെ റിപ്പബ്ലിക് ദിനം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഇന്ത്യ 75ാമത് റിപ്പബ്ലിക് ദിനം ആണ് ഈ വർഷം ആഘോഷിക്കുന്നത്. ഗണതന്ത്ര ദിവസം എന്നും നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു ഇതിനെ. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ആണ് ഈ ദിവസത്തെ പ്രധാന ആകർഷണം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ എല്ലാ വർഷവും ന്യൂഡൽഹിയിലെ രാജ്പഥിൽ, ഇപ്പോൾ കർത്തവ്യപാത എന്നാണ് അറിയപ്പെടുന്നത്, ആണ് പരേഡ് നടക്കുന്നത്. ഈ സീസണിൽ ഡൽഹിയിലെത്തുന്നവർ റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടിട്ടേ തിരികെ മടങ്ങാറുള്ളൂ. ജനുവരി 26-ന് നിങ്ങൾ ഡൽഹിയിലുണ്ടെങ്കിൽ നേരത്തെ തന്നെ പരേഡ് കാണാനായി ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായും ഓഫ്ലൈനായും എങ്ങനെ റിപ്പബ്ലിക് ദിന പരേഡ് ടിക്കറ്റ് ബുക്കിംഗ് നടത്താം എന്ന് നമുക്ക് നോക്കാം. റിപ്പബ്ലിക് ദിന പരേഡ് 2024 ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപായി പരേഡ് കാണാൻ എത്ര ടിക്കറ്റ് നിരക്ക് ആകുമെന്ന് നോക്കാം. റിസർവ്ഡ് ആയിട്ടുള്ള ടിക്കറ്റിന് 500 രൂപയാണ് നിരക്ക്. അതുപോലെ 100 രൂപയുടെ ടിക്കറ്റും ഉണ്ട്, 20 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. ഈ നിരക്കിലുള്ള ടിക്കറ്റുകൾ അൺറിസർവ്ഡ് ടിക്കറ്റുകളായിരിക്കും. റിപ്പബ്ലിക് ദിന പരേഡ് 2024 ഓൺലൈൻ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട അറിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈനായി www.aamantran.mod.gov.in ഇത് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈൻ ഇൻവിറ്റേഷൻ മാനേജ്മെൻറ്റ് പോർട്ടലായ ഇതിൽ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള ഈ ക്ഷണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒരു ഡിവൈസിൽ നിന്ന് 10 ടിക്കറ്റുകൾ വരെ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് www.aamantran.mod.gov.in എന്ന സൈറ്റിൽ കയറുക. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത യൂസർ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP ജനറേറ്റ് ചെയ്യുക. പുതിയ യൂസർ ആണെങ്കിൽ പേര്, ജനനത്തീയതി, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നൽകി ലോഗിൻ ചെയ്യുക. തുടർന്ന് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നിവ നൽകിയ ശേഷം OTP ജനറേറ്റ് ചെയ്യുക. ഇത് കഴിയുമ്പോഴേക്കും ടിക്കറ്റ് ബുക്കിംഗ് പേജ് തുറന്നു വരും. ഇതിൽ നിന്നും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇവൻ്റ് തിരഞ്ഞെടുക്കുക. FDR റിപ്പബ്ലിക് ദിന പരേഡ്, റിപ്പബ്ലിക് ദിന പരേഡ്, റിഹേഴ്സൽ ബീറ്റിംഗ് ദി റിട്രീറ്റ്, ബീറ്റിംഗ് ദി റിട്രീറ്റ്, FDR ബീറ്റിംഗ് ദി റിട്രീറ്റ് സെറിമണി. തുടർന്ന് പ്രൈസ് റേഞ്ചും സൗത്ത് അല്ലെങ്കിൽ നോർത്ത് എൻക്ലോഷർ എന്നതും തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പേര്, ജനനത്തീയതി, അഡ്രസ്സ്,
ഫോൺ നമ്പർ, ID കാർഡ് ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ നൽകിയതിന് ശേഷം ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുക. തുടർന്ന് പണമടച്ച് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. റിപ്പബ്ലിക് ദിന പരേഡ് ടിക്കറ്റിൻ്റെ കൗണ്ടറുകൾ ഓൺലൈനായി ടിക്കറ്റ് വാങ്ങാൻ സാധിക്കാത്തവർക്ക് തിരഞ്ഞെടുത്ത ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് മേടിക്കാം. 1. പ്രഗതി മൈതാനം ഗേറ്റ് നമ്പർ 1, ജന്തർ മന്ദിർ മെയിൻ ഗേറ്റിന് സമീപം, സേനാഭവൻ ഗേറ്റ് നമ്പർ 2, പാർലമെൻറ്റ് ഹൗസ് റിസപ്ഷൻ ഓഫീസ്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേക കൗണ്ടറാണിത്, എന്നിവിടങ്ങളിൽ നിന്നും ടിക്കറ്റ് ലഭിക്കും. സമയം കൗണ്ടറുകൾ ജനുവരി 23 ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കും. രാവിലെ 10 മുതൽ 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4:30 വരെയുമാണ് സമയം. റിപ്പബ്ലിക് ദിന പരേഡ് കാണാനും ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അനുവദിക്കില്ല. എന്നിരുന്നാലും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഇൻഫോർമേഷൻസ്. ഈ വർഷം എല്ലാവരും പരമാവധി ശ്രമിക്കുക. റിപ്പബ്ലിക് ദിനം പരേഡ് കാണുവാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഒരുപാട് പേര് ഇതൊന്നും അറിയാതിരിക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എക്സിറ്റ് ചെയ്യാനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളെയും കൂടി എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.